സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ 3 സിനിമ എടുത്തു നോക്കിയാലും അതിനകത്തെല്ലാം ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ ആയിട്ടില്ലായിരുന്നു, വെറും ഒരു സ്പൈഡർ ബോയ് ആയിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ടോം ഹോളൻഡ് ഫൈനലി സ്പൈഡർമാൻ ആയിരിക്കുകയാണ്. ഈ സിനിമയിൽ പീറ്റർ പാർക്കർ എന്ന വ്യക്തിയില്ല, ത്രൂ ഔട്ട് സ്പൈഡർമാൻ ആണുള്ളത്. ഈവൻ ടോം ഹോളൻഡ് സൂട്ട് ഇടാത്തപ്പോൾ വരെ പുള്ളി സ്പൈഡർമാൻ ആണ്, പീറ്റർ പാർക്കർ അല്ല. അതുപോലെ ആക്ഷൻ സെറ്റ് പീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ വന്ന എല്ലാ സ്പൈഡർമാൻ മൂവീസും കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേറ്റഡ് മൂവീസ്, ആനിമേറ്റഡ് സീരീസ്, അതുപോലെ വീഡിയോ ഗെയിംസിലുള്ള ടൈപ്പ് രീതിയിലുള്ള ആക്ഷൻ സെറ്റ് പീസ് ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. 100% കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ ആണ് ഈ സിനിമയിൽ നമുക്ക് ഫൈനലി കിട്ടിയത്. മാത്രമല്ല, നിങ്ങളിത് 3Dയിലാണ് കാണുന്നതെങ്കിൽ സ്പൈഡർമാൻ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റു ബിൽഡിങ്ങിലേക്ക് ചാടും സ്വിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ലിറ്ററലി നിങ്ങൾ സ്പൈഡർമാൻ ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ആവും. പക്ഷേ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഇത് ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് നോക്കുമ്പോൾ ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി ആണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമ അത്രയ്ക്ക് പെർഫെക്റ്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമയുടെ ട്രെയിലറിൽ നിങ്ങൾ പല ഫൈറ്റ് സീനും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്പൈഡർമാൻ വേഴ്സസ് സ്കോർപ്പിയൻ, സ്പൈഡർമാൻ വേഴ്സസ് ബൂമറാങ്, അതുപോലെ ലീക്കായ ടൂം സ്റ്റോണുമായിട്ടുള്ള ഫൈറ്റ്, ഇതൊക്കെ വളരെ കുറച്ച് നേരമുള്ളൂ. സ്കോർപ്പിയൻ്റെ ഫൈറ്റാണ് പിന്നെയും കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്തത്. പക്ഷെ ബാക്കിയെല്ലാം ലിറ്ററലി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ ഇങ്ങനെ തുടക്കത്തിൽ കുറച്ച് കാണിച്ചു വിടുന്നേ ഉള്ളൂ. അതുപോലെ ഈ സിനിമയിലെ മെയിൻ വില്ലൻ ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറാണ്. പക്ഷെ നിങ്ങൾ ഇപ്പം എന്നോട് ഈ സിനിമയിലെ മെയിൻ വില്ലന്റെ പേര് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് ഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു മെയിൻ വില്ലനാണ് ഇതിനകത്തുള്ളത്. ഒരു സ്പൈഡർമാൻ വില്ലൻ പോലും അല്ല ഇതിനകത്ത് മെയിൻ വില്ലൻ. ഇത് ഈ സിനിമേൻ്റെ മാത്രം പ്രശ്നമല്ല, MCU സ്പൈഡർമാൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഈ സ്പൈഡർമാന് സ്വന്തമെന്ന് പറയാനായിട്ട് ഒരു വില്ലൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റത്തെ സിനിമയിൽ വൾച്ചർ ഒരു അയൺമാൻ വില്ലൻ പോലെയാണ്. സെക്കൻഡ് സിനിമയിലെ മിസ്റ്റീരിയോ ടോണി സ്റ്റാർക്കിനോടുള്ള പകവെച്ച് വരുന്ന വില്ലനാണ്. തേർഡ് സിനിമയിലുള്ള എല്ലാവരും പഴയ സ്പൈഡർമാൻ മൂവീസിലെ വില്ലന്മാരാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ സ്പൈഡർമാന് ഒറിജിനൽ എന്ന് പറയാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരേ ഒരു വില്ലൻ സ്കോർപ്പിയൻ ആണ്. പിന്നെ നമ്മുടെ ഹൾക്ക് കുറേ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റി വാറിൻ്റെ ആ തുടക്കത്തിലാണ് നമ്മൾ അവസാനമായിട്ട് ഒരു സാവേജ് ഹൾക്കിനെ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ പഴയ ഹൾക്കിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ സിനിമയിലെ ദ ബെസ്റ്റ് ഫൈറ്റും അത് തന്നെയാണ്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, പക്ഷെ ആ ഫൈറ്റ് എനിക്ക് ഹൾക്കുമായിട്ടുള്ള ഫൈറ്റിന്റെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതൊരു ഇമോഷണൽ ക്ലൈമാക്സ് ആയിരുന്നു. ഈ സിനിമ അതുപോലെയാണ്. ഇതൊരു ഭയങ്കര ആക്ഷൻ ഉണ്ട്, നല്ല അടിപൊളി ആക്ഷൻസ് ഉണ്ട്. പക്ഷെ ആക്ഷനേക്കാൾ കൂടുതൽ ഒരു ഹൈലി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. ക്ലൈമാക്സ് ഞാൻ എന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്കത് പേഴ്സണലി തണ്ടർബോൾട്ടിന്റെ ക്ലൈമാക്സ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട്, പണിഷർ. ഈ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം അത്രയും സ്ക്രീൻ സ്പേസ് ഉണ്ട്. ഇതിനു മുമ്പത്തെ സ്പൈഡർമാന്റെ സിനിമയിലൊക്കെ അയൺമാൻ, ഡോക്ടർ സ്ട്രേഞ്ച് ഇവരുടെ ഒക്കെ കൂടെ സ്പൈഡർമാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്പൈഡർമാനെ നമുക്കൊരു ചെറിയ കുട്ടീനെ പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഈ സിനിമയിൽ സ്പൈഡർമാനും പണിഷറും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരു ഈക്വൽ ലെവലുള്ള ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻഫാക്ട് ചില സീനിലൊക്കെ സ്പൈഡർമാൻ പണിഷറിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡും അതുപോലെ തന്നെ വൈസുമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ അടുത്ത സിനിമയിൽ ഇവർ ഡെയർ ഡെവിളിനൊക്കെ കൊണ്ടുവന്നാൽ സാധനം അടിപൊളിയാവും. പിന്നെ ഈ സിനിമയിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, ഒരു വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതുവരെ ഇറങ്ങിയ എല്ലാ സ്പൈഡർമാൻ സിനിമേനെയും റാങ്ക് ചെയ്യുമ്പോൾ ഇത് എത്രാമത്തെ സ്ഥാനത്ത് വരും എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്പർ 1 ഒബിയസ്ലി ദ ഗോട്ട് സ്പൈഡർമാൻ 2, ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാൻ 2 എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഈവൻ ഈ സിനിമയിലെ ആക്ഷൻ സെറ്റ് പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും സ്പൈഡർമാൻ 2ലെ ആ ട്രെയിൻ സീക്വൻസ് അത് വേറൊരു ഇമോഷൻ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് പ്ലേസിൽ ഞാൻ നോ വേ ഹോം വയ്ക്കും. വലിയ നൊസ്റ്റാൾജിയ ഫാക്ടറും ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ സെക്കൻഡ് പ്ലേസ് വെക്കുന്നത്. കഥ വൈസ് നോക്കുവാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഡേ ഇതിൻ്റെ മുകളിലാണ്. പക്ഷേ മറ്റേ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് നോ വേ ഹോം കുറച്ചുകൂടി ഇഷ്ടമാണ്. ആൻഡ് ഫൈനലി തേർഡ് പൊസിഷനിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, പിന്നെ സ്പൈഡർമാൻ 1, പിന്നെ ഹോം കമ്മിങ്, പിന്നെ സ്പൈഡർമാൻ 3, പിന്നെ ഫാർ ഫ്രം ഹോം, പിന്നെ അമേസിംഗ് സ്പൈഡർമാൻ, പിന്നെ ലാസ്റ്റ് പൊസിഷനിൽ അമേസിംഗ് സ്പൈഡർമാൻ 2. സോ ഇതാണ് എനിക്ക് ബ്രാൻഡ് ന്യൂ ഡേയിനെ കുറിച്ച് അഭിപ്രായവും ബ്രാൻഡ് ന്യൂ ഡേയിൻ്റെ എൻ്റെ സ്പൈഡർമാൻ മൂവി ലിസ്റ്റിലെ റാങ്കിങ്ങും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.